നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമ്മമാർ ഏറ്റവും കൂടുതൽ തിരയുന്ന ഒന്നായ കുഞ്ഞുങ്ങളുടെ ശരീരഭാരവും ചോരയും കൂട്ടാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു മാന്ത്രിക ഹെൽത്ത് പൗഡറിനെ കുറിച്ചാണ്. ഓഫീസിൽ പോകുന്ന അമ്മമാർക്കും അല്ലെങ്കിൽ ദിവസവും കുഞ്ഞിന് പുതിയ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്കും ഈ ഒരൊറ്റ പൊടി ഒരു അനുഗ്രഹമാണ്. കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടികളിൽ അമിതമായ മധുരവും പ്രിസർവേറ്റീവ്സും അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് താൽക്കാലിക തടി നൽകുമെങ്കിലും ഭാവിയിൽ പ്രതിരോധശേഷി കുറയ്ക്കും. ഇന്ന് ഒരു നാടൻ പൊടിയെക്കുറിച്ച് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഈ സൂപ്പർ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട 5 നാടൻ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം വിവരിക്കാം. ആദ്യമായി മുളപ്പിച്ച റാഗിയാണ്. മുളപ്പിച്ച റാഗി കൽഷ്യത്തിൻ്റെ കലവറയാണ്. രണ്ടാമതായി നാടൻ കുത്തരി അഥവാ മട്ടയരി. ഇതിൽ കാർബോഹൈഡ്രേറ്റും ഊർജവും ധാരാളമുണ്ട്. മൂന്നാമതായി കറുത്ത മുന്തിരിയാണ്. ഇരുമ്പ് സത്ത് കൂട്ടി ചോര വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. നാലാമതായി പൊട്ടുകടലയാണ്. കുഞ്ഞിൻ്റെ പേശികൾക്ക് ബലം നൽകുന്ന മികച്ച പ്രോട്ടീൻ ഇതിൽ ഉണ്ട്. അഞ്ചാമതായി തൊലി കളഞ്ഞ ബദാം. തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും നല്ല കൊഴുപ്പിനും ബദാം ഉത്തമമാണ്. പൗഡർ തയ്യാറാക്കുന്ന കൃത്യമായ മെഡിക്കൽ രീതി പറയാം. ഇത് ഉണ്ടാക്കുമ്പോൾ വൃത്തിയും പാകപ്പെടുത്തുന്ന രീതിയും വളരെ പ്രധാനമാണ്. റാഗിയും മട്ടേരിയും നന്നായി കഴുകി കുതിർത്ത് ഉണക്കിയെടുക്കുക. ബദാമും പൊട്ടുകടലയും ചെറുതായി വറുത്തെടുക്കുക. കറുത്ത ഉണക്കമുന്തിരി വെയിലത്ത് വെച്ച് നന്നായി ഉണക്കണം. ഇവയെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് മിക്സിയിൽ നല്ല നൈസായി പൊടിച്ചെടുക്കുക. ഈ പൊടി ഈർപ്പമില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലിട്ട് അടച്ചു വെച്ചാൽ 2 മാസം വരെ കേടാകാതെ ഇരിക്കും. കുഞ്ഞിന് കൊടുക്കുന്ന ഏത് സാധാരണ കുറുക്കിലോ രാവിലത്തെ ഓട്സിലോ ഏത്തപ്പഴം ഉടച്ചതിലോ ഈ പൊടികളിൽ നിന്ന് ഒരു വലിയ സ്പൂൺ എടുത്ത് ഇളക്കി നൽകാം. ഇത് ഭക്ഷണത്തിൻ്റെ കലോറി മൂല്യം ഇരട്ടിയാക്കും. ഇതിൻ്റെ പ്രധാന ഗുണങ്ങളെക്കുറിച്ച് വിവരിക്കാം. മട്ടയരിയും കറുത്ത ഉണക്കമുന്തിരിയും ഒന്നിച്ചു ചേരുമ്പോൾ ഇത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിരക്ക് പെട്ടെന്ന് കൂട്ടും. കുട്ടികളുടെ വളർച്ച മാറാൻ ഇത് ഉത്തമമാണ്. റാഗിയിലെ കാൽഷ്യം പല്ലുകൾ വരുന്ന സമയത്തെ വേദന കുറയ്ക്കുകയും എല്ലുകൾക്ക് നല്ല ഉള്ളവും നൽകുന്നു. ദഹനപ്രക്രിയ സുഗമമാക്കുന്നു. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വറുത്തു പൊടിക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ കുടലിന് അത് ദഹിക്കാൻ വളരെ എളുപ്പമാണ്. ഗ്യാസ് ഉണ്ടാവില്ല. അണ്ടിപ്പരിപ്പും പിസ്തയും ഈ പൊടിയിൽ ചേർക്കാമോ എന്ന ഒരു ചോദ്യമാണ്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പൊടിയിൽ അണ്ടിപ്പരിപ്പും പിസ്തയും അമിതമായി ചേർക്കരുത്. ഇതിലടങ്ങിയിരിക്കുന്ന കനത്ത എണ്ണമയം ചെറിയ കുഞ്ഞുങ്ങളുടെ കരളിന് താങ്ങാൻ കഴിയില്ല. ബദാം മാത്രമാണ് ഏറ്റവും സുരക്ഷിതം. 6 മാസം കഴിഞ്ഞ ഉടനെ ഈ പൊടി നൽകരുത്. ഈ റിച്ച് പൗഡർ കുഞ്ഞുങ്ങൾക്ക് 8 മാസം കഴിഞ്ഞ ശേഷം മാത്രം നൽകി തുടങ്ങുക. 6ാം മാസത്തിൽ കുഞ്ഞ് ലളിതമായ ഒറ്റധാന്യം കഴിച്ച് വയർ ശീലിക്കണം. പൊടി ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി ഉണക്കി ചേർക്കാമോ? ചിലർ ക്യാരറ്റും ബീട്രൂട്ടും ഉണക്കി ഈ പൊടിയിൽ ചേർക്കാറുണ്ട്. എന്നാൽ വീട്ടിൽ വെച്ച് കൃത്യമായ മെഷീനുകൾ ഇല്ലാതെ പച്ചക്കറി ഉണക്കുമ്പോൾ അതിൽ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പച്ചക്കറികൾ ഫ്രഷായി തന്നെ കൊടുക്കുക. പൗഡർ വേവിക്കാതെ കൊടുക്കരുത്. ഈ പൊടി നമ്മൾ വറുത്തതാണെങ്കിലും കുഞ്ഞിന് കൊടുക്കുമ്പോൾ വെള്ളത്തിലോ അമ്മപ്പാലിലോ കലക്കി 5 മിനിറ്റ് അടുപ്പത്ത് തിളപ്പിച്ചു കുറുക്കിയ ശേഷം മാത്രം നൽകുക. പച്ചയ്ക്ക് കൊടുത്താൽ ദഹനക്കേടിന് സാധ്യതയുണ്ട്. ഈ പൊടി ആദ്യമായി കൊടുക്കുമ്പോൾ തുടർച്ചയായി 3 ദിവസം വളരെ ചെറിയ അളവിൽ മാത്രം നൽകുക. കുഞ്ഞിന് വയറിളക്കമോ ചർമ്മത്തിൽ തടിപ്പോ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഈ പൊടി കൊടുക്കുമ്പോൾ പശുവിൻ പാൽ കൊടുക്കാമോ എന്ന ഒരു സംശയമാണ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പൊടി കൊടുക്കുമ്പോൾ പശുവിൻ പാൽ ഉപയോഗിക്കരുത്. സാധാരണ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ വേണം പാകം ചെയ്ത് കൊടുക്കാൻ. മലബന്ധം തടയാൻ ഉണക്കമുന്തിരിയുടെ പങ്ക് എന്ത്? പല ഹെൽത്ത് മിക്സുകളും മലബന്ധം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതിൽ നമ്മൾ ഉണക്കമുന്തിരി ചേർക്കുന്നത് കൊണ്ട് ഇതിലെ നാച്ചുറൽ ഫൈബർ മലം അനായാസമായി പോകാൻ സഹായിക്കും. പൗഡർ ഒരിക്കലും പ്ലാസ്റ്റിക് ഡബ്ബകളിൽ സൂക്ഷിക്കരുത്. നല്ല എയർടൈറ്റായ ചില്ലുകുപ്പികളിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. കടയിലെ കപ്പാസിറ്റി കൂടിയ പൊടികൾ കുഞ്ഞിനെ വെറുതെ വീർപ്പിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ നാടൻ പൊടി കുഞ്ഞിന് നല്ല ഉറപ്പുള്ള പേശികളും കൃത്യമായ ശരീരഭാരവുമാണ് നൽകുന്നത്. കടകളിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് ഫുഡുകളിൽ ഉയർന്ന അളവിൽ പഞ്ചസാര, പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ നിരക്ക് പെട്ടെന്ന് കൂട്ടും. ഭാവിയിൽ ഇത് കുട്ടികളിൽ അമിതവണ്ണത്തിനും പ്രമേഹത്തിനും കാരണമാകാം. നമ്മൾ ഉണ്ടാക്കുന്ന ഈ നാടൻ പൊടിയിൽ നാച്ചുറൽ ഉണക്കമുന്തിരി മാത്രം ചേർക്കുന്നത് കൊണ്ട് ഈ പേടി വേണ്ട. പൗഡറിലെ ഈർപ്പം
പൂപ്പൽ ഉണ്ടാക്കും. റാഗിയും അരിയും കഴുകി ഉണക്കുമ്പോൾ ഒരല്പം പോലും ഈർപ്പം ബാക്കി നിൽക്കരുത്. നേരിയ ഈർപ്പത്തോടെ പൊടിച്ചു വെച്ചാൽ അതിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കരളിന് ദോഷമാണ്. അതുകൊണ്ട് നല്ല കടും വെയിലത്തിട്ട് ഉണക്കിയ ശേഷം മാത്രം പൊടിക്കുക. ബദാം വറുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. ബദാം വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടായി ബദാം കരിഞ്ഞു പോയാൽ അതിലടങ്ങിയിരിക്കുന്ന നല്ല കൊഴുപ്പും വിറ്റമിൻ ഇയും നഷ്ടപ്പെടും. ചെറിയ തീയിൽ വെച്ച് പാത്രം ചൂടാക്കി പതുക്കെ മാത്രം വറുത്തെടുക്കുക. ചില കുട്ടികൾക്ക് ഗോതമ്പ് കഴിക്കുമ്പോൾ വയറിളക്കമോ അലർജിയോ വരാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും മികച്ച ഗ്ലൂട്ടൻ ഫ്രീ ആഹാരമാണിത്. ഇതിൽ നമ്മൾ ഗോതമ്പ് ചേർക്കുന്നില്ല. അതുകൊണ്ട് കുട്ടിയുടെ വയറിന് ഇത് തികച്ചും സുരക്ഷിതമാണ്. മധുരം കൂടിയ പാക്കറ്റ് പൊടികൾ രാത്രിയിൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുമ്പോൾ അത് പല്ലുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പല്ല് പുഴുപ്പലായി മാറാൻ കാരണമാകും. എന്നാൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ നാടൻ പൊടി പല്ലുകൾ ഒട്ടിപ്പിടിക്കില്ല എന്ന് മാത്രമല്ല, എല്ലുകൾക്ക് നല്ല ബലം നൽകുകയും ചെയ്യും. ഈ പൊടിയിലുള്ള ഇരുമ്പിൻ്റെ അംശം കുഞ്ഞിൻ്റെ ശരീരം വേഗത്തിൽ ആഗിരണം ചെയ്യണമെങ്കിൽ അതിനൊപ്പം വിറ്റമിൻ സി കൂടി വേണം. അതുകൊണ്ട് ഈ കുറുക്ക് കൊടുത്ത ശേഷം കുഞ്ഞിന് 1-2 സ്പൂൺ ഓറഞ്ച് നീരോ മുന്തിരി നീരോ നൽകുന്നത് ചോര പെട്ടെന്ന് വർദ്ധിക്കാൻ സഹായിക്കും. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് വെള്ളത്തിൽ കുറുക്കി നൽകാം. എന്നാൽ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഈ പൊടി കുറുക്കുമ്പോൾ പശുവിൻ പാലും ഒരു ചെറിയ സ്പൂൺ നാടൻ നെയ്യും കൂടി ചേർത്ത് നൽകാം. ഇത് കലോറിയുടെ അളവ് ഇരട്ടിയാക്കുകയും കുഞ്ഞിന് നല്ല ഉറപ്പുള്ള തടി നൽകുകയും ചെയ്യും. ഈ ഒരൊറ്റ പൊടിയിലൂടെ കുഞ്ഞിന് ആവശ്യമായ കാൽഷ്യം, അയൺ, പ്രോട്ടീൻ, സിങ്ക് എന്നിവയെല്ലാം പ്രകൃതിദത്തമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അമ്മമാരെ, വിപണിയിൽ കിട്ടുന്ന പരസ്യങ്ങളിൽ നിന്ന് കെമിക്കലുകൾ നിറഞ്ഞ പൊടികൾ വാങ്ങി കുഞ്ഞുങ്ങളുടെ വയറ് കേടാക്കാതിരിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ നാടൻ ഹെൽത്ത് പൗഡർ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കൂ. 1 മാസത്തിനുള്ളിൽ നല്ല ആക്റ്റീവ് ആകാനും ശരീരത്തിന് നല്ല ഭാരം വയ്ക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.